എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വജീറ്റി ആണെങ്കിൽ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. സ്പിരിറ്റ് ബോംബോർഡ് മാത്രമേ ഗോക്കുവിന് ആ ഒരു ഭൂവെ തകർക്കാൻ കഴിയൂ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ. ഇതിനോടൊക്കെ ഒരുപാട് തവണ ഞങ്ങളുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്തു. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. കൈകൾ ഉയർത്തി നിങ്ങൾ നിങ്ങളുടെ പവർ അത് ഗോക്കുവിന് കൊടുക്കണമെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ പവർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. ഗോക്കുവിനാണെങ്കിൽ അവനെ അറിയാവുന്ന കുറച്ചു പേരുടെ കയ്യിൽ നിന്ന് മാത്രമേ പവർ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയൂ. അത് കണ്ട് കലി അളകിയ വജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെടും. ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഇപ്പൊ എൽഡർ കായോട് പറയും. വജീറ്റ അല്പം കൂടെ താഴ്മയായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ ജനങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് കേട്ട് എൽഡർ കായ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. വജീറ്റ അവൻ താഴ്മയായിട്ട് സംസാരിക്കാനോ? അതിന് യാതൊരു ചാൻസും ഇല്ല. അവൻ അങ്ങനെ സംസാരിക്കാനായിട്ട് അറിയില്ല എന്ന് പറയുന്ന അടുത്ത നിമിഷം ഇവിടെ വജീറ്റ ആണെങ്കിൽ യാചിക്കാനായിട്ട് തുടങ്ങും. ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ യാചിക്കുകയാണ്. നിങ്ങളെയും ഭൂമിയെ രക്ഷിക്കാനായിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ആരും സഹായിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നിങ്ങളുടെയും ഞങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും എല്ലാം തന്നെ വലിയൊരു നാശത്തിന് നമ്മളെല്ലാം ഇരയായേക്കാം. അതിനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അത്ഭുതപ്പെടും വജീറ്റ. അവൻ യാചിക്കുകയാണോ? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതേസമയം ഒരാളാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് കൈ ഉയർത്തി നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ ഉയർത്തും. അടുത്ത നിമിഷം ഒരുപാട് പവർ ആളിൽ നിന്ന് നഷ്ടപ്പെട്ട് ആളങ്ങനെ ശ്വാസം വലിച്ചു വിടുകയാണ്. എനിക്ക് എന്തോ സംഭവിച്ചു, എന്റെ എനർജി മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഓപ്പോസിറ്റുള്ള ആളാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. പിന്നെ വെറുതെ ഇത്തരത്തിലുള്ള ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ഇതെന്തോ മായാജാലമോ മന്ത്രമോ അങ്ങനെ എന്തോ ആണ്, നഷ്ടപ്പെടുന്നത് നമുക്കായിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തും. വജീറ്റയുടെ കാതിലാണെങ്കിൽ ജനങ്ങൾ വജീറ്റയെ പുച്ഛിക്കുന്നത് കേൾക്കാനായിട്ട് കഴിയും. ഇത് മിക്കവാറും ആ മന്ത്രവാദി ബാബിഡിയായിരിക്കും. നമ്മൾ ആരും ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് ജനങ്ങൾ പരസ്പരം പറയുന്നത് കേൾക്കുമ്പോൾ അവന് ഒരുപാട് വിഷമം തോന്നും. ലോങ് ഷോട്ടില് ആ ബാഡ് ബൂ ആണെങ്കിൽ ഗുഡ് ബൂവിനെ ഒരു പാറയിലേക്ക് വലിച്ചെറിഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. വജീറ്റ ആണെങ്കിൽ തീർത്തു പറയും, ഇങ്ങനെ പോവാണെങ്കിൽ ആ ഉണ്ടപ്പന്റെ കാര്യത്തിൽ തീരുമാനമാവും. സൈറ്റാൻ ആണെങ്കിൽ ഇത് കണ്ട് സഹിക്കാനായിട്ട് കഴിയില്ല. ഇല്ല, എനിക്ക് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. ഇതൊരു സ്വപ്നമാണെങ്കിൽ പോലും എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വിഷമിക്കും. ബാഡ് ബൂ ആണെങ്കിൽ ഗുഡ് ബൂ തകർക്കാൻ പോകുന്നത് കണ്ട സൈറ്റാൻ ആണെങ്കിൽ ഓടിപ്പോയി അവന്റെ തലയ്ക്ക് ഒരു കല്ലെടുത്തെറിയും. അത് കണ്ട് ഇവ ബൂ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവൻ നോക്കിയത് കണ്ട് സൈറ്റാൻ ആണെങ്കിൽ 100-110 ഓടും. അപ്പോഴായിരിക്കും ഗോക്കു വലിയൊരു സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കുന്നത് അവ ശ്രദ്ധിക്കുക. വജീറ്റയുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. എല്ലാം കയ്യിൽ നിന്ന് പോയി. അവൻ നമ്മുടെ തയ്യാറെടുപ്പുകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയും. അവൻ ഞൊട്ടിയിടയിൽ ഇപ്പോ ഗോക്കുവെ ലക്ഷ്യമാക്കി കടന്നു വരും. വജീറ്റ ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. അതിനവൻ വജീറ്റയെ പിടിച്ചു വലിച്ച് എന്റെ ദേഹത്ത് ആഞ്ഞട്ടിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ അതുകൊണ്ട് സഹിക്കില്ല. വജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എത്രയും വേഗം ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അവരുടെ പവർ അബ്സോർബ് ചെയ്തെടുക്ക്. ഉടനെ ഗോക്കു ആണെങ്കിൽ ജനങ്ങളോട് വിളിച്ചു പറയും, ഇതിലുള്ള ജനങ്ങളെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എല്ലാവരും കൈ ഉയർത്തി നിങ്ങളുടെ പവർ ഞങ്ങൾക്ക് തായോ. ആ ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ഇവിടെ കാട്ടിലുണ്ടായിരുന്ന ആ ഒരു ജിമ്മനും അവന്റെ ആൾക്കാരും അവരെല്ലാവരും ഗോക്കുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ സഹായിക്കാനും ഭൂവെ തകർക്കാനും പ്രപഞ്ചത്തെ തിരികെ പിടിക്കാനുമായിട്ട് കൈകൾ ഉയർത്തി നിൽക്കും. ഗോക്കു സഹായിച്ചിട്ടുള്ള ഓരോരുത്തരായിട്ട് ഇപ്പൊ ഗോക്കുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് കൈകൾ മുകളിലേക്ക് ഉയർത്തും. ഇവിടെ മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും അവരും അവരുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ശക്തി കൊടുക്കും. പക്ഷെ ഇവിടെ സിറ്റിയിലെ ജനങ്ങളാണെങ്കിൽ ഇപ്പോഴും ഗോക്കുവിന്റെ വാക്ക് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇതാരും വിശ്വസിക്കരുത്. ഒരുപക്ഷെ ആ ബാബുഡിയുടെ ആളായിരിക്കും ഇത് വിളിച്ചു പറയുന്നതെന്ന് അവര് പറയും. ഇവിടെ ആ ഒരു ബൂ ആണെങ്കിൽ വജീറ്റയെ അറഞ്ചം പുറഞ്ഞും തല്ലി താഴെയിട്ട് ഇപ്പൊ ഗോക്കുവിന്റെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്. അടുത്ത നിമിഷം വജീറ്റ എഴുന്നേറ്റ് വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് ബൂയെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ വജീറ്റയോട് പറയും, വജീറ്റ അല്പസമയം കൂടെ എങ്ങനെയെങ്കിലും നീ പിടിച്ചു നിൽക്കണം. അതിന് വജീറ്റ പറയും, ഗോക്കു ഞാൻ എന്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ചോര തുളുമ്പി താഴേക്ക് വീഴുകയാണ്. വീണ്ടും ബൂ താഴേക്ക് വന്ന് അവന് ചവിട്ടി കൂട്ടും. ഇവിടെ സൈറ്റാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചുറ്റും നോക്കി പകച്ചു നിൽക്കും. അതേസമയത്ത് പിക്കലോ ആണെങ്കിൽ അവന്റെ കൂടെയുള്ളവരോട് പറയും, നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. സിറ്റിയിലേക്ക് പോയി അവിടെയുള്ളവരെ നമ്മൾ കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സിറ്റി ലക്ഷ്യമാക്കി പോകും. അൻസം ബോയ് ആണെങ്കിൽ പട്ടണത്തിലേക്ക് വന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നിങ്ങളുടെ കൈകൾ ഉയർത്തണം, എങ്കിൽ മാത്രമേ ഈ ഭൂമിയെ രക്ഷിക്കാനായിട്ട് കഴിയൂ, അല്ലെങ്കിൽ വീണ്ടും ഈ ഭൂമി നശിക്കും. പക്ഷെ ജനങ്ങളാരും അവന്റെ വാക്ക് കേൾക്കാതെ അവനെ തട്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ വ്യാപൃതരായി അങ്ങനെ കടന്നു പോവാണ്. കൃഷിസ്ഥലത്തേക്ക് വന്ന ട്രങ്ക്സും കോട്ടനും അവരാണെങ്കിൽ അവിടെയുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യും, ഇത് കൃഷി ചെയ്യാനുള്ള സമയമല്ല, എന്റെ അച്ഛനെ സഹായിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഭൂമി വീണ്ടും നാശത്തിലേക്ക് പോകും. പക്ഷെ അവിടെയുള്ള വയസ്സായ ആൾക്കാരെല്ലാം നമ്മുടെ ഗോട്ടനെയും ട്രങ്ക്സിനെയും അവർ രണ്ടുപേരെയും വഴക്കു പറഞ്ഞ് അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇവിടെ സിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും ഭയന്ന് നാനാഭാഗത്തേക്ക് ഓടുകയാണ്. ഓടാൻ കാരണം മറ്റൊന്നുമല്ല, പിക്കലോ അവിടേക്ക് വന്നതാണ്. പിക്കലോ അവരെ നശിപ്പിക്കുമെന്ന് കരുതി ജനങ്ങളെല്ലാവരും ഭയന്ന് ഓടും. അതേസമയം ഇവിടെ ബൂ ആണെങ്കിൽ വജീറ്റയെ പിടിച്ചു വലിച്ച് അങ്ങനെ അറഞ്ചും പുറഞ്ചും തല്ലി കൊന്നോട്ടിരിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഗോക്കു ആണെങ്കിൽ നിസ്സഹായനായി വീണ്ടും ജനങ്ങളോട് സഹായം ചോദിക്കും. ായ ജനങ്ങളെ, ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയൂ. തിരികെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം. ഇവിടെ ജനങ്ങൾക്കാണെങ്കിൽ ഗോക്കു അവരെ വിട്ടികളിൽ നിന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെടില്ല.
അവൻ നമ്മളെ ഇൻസൾട്ട് ചെയ്യാണ്, നമ്മളെ വിട്ടുകളിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇവനൊന്നും പറയേണ്ടത് കേൾക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ആരും തന്നെ അത് മൈൻഡേ ഇല്ല. ഇവിടെ ഓരോരുത്തരാണെങ്കിൽ ജനങ്ങളെല്ലാവരും നമ്മുടെ ആൾക്കാരെ പുച്ഛിക്കുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നും. നിർത്തിനടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇവിടെ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളെല്ലാവരും കൈ ഉയർത്തി പവർ തന്നാൽ മാത്രമേ നീയും പ്രപഞ്ചത്തെ രക്ഷിക്കാൻ കഴിയൂന്ന് പറയും. അത് കേട്ട് ജനങ്ങൾ ഞെട്ടും. അതെ, അത് സൈറ്റാനാണ്, അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണെന്ന് നാനാഭാഗത്തുള്ള ജനങ്ങളെല്ലാവരും തിരിച്ചറിയും. സൈറ്റാന്റെ ശബ്ദം കേട്ട് ജനങ്ങളെല്ലാവരും കൈ ഉയർത്താൻ തയ്യാറാവുന്നത് കാണുമ്പോൾ സൈറ്റാന് ഭയങ്കര സന്തോഷം. ഭൂമി ഇപ്പോൾ വലിയ അപകടത്തിലാണ്. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് ഈ വലിയ വില്ലനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൈ ഉയർത്തി നിങ്ങളുടെ പവർ തരണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയും. അത് കേട്ട് ജനങ്ങളാണെങ്കിൽ കൈ ഉയർത്താനായിട്ട് തുടങ്ങും. ഇറ്റന്റെ നാമം വാഴ്ത്തിപ്പാടി ജനങ്ങളെല്ലാവരും കൈ അങ്ങനെ ഉയർത്തി നിൽക്കുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഡബിൾ ഹാപ്പി. അതെ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പവർ അത് കിട്ടിപ്പോയെന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കും. ആ പവർ ആണെങ്കിൽ അങ്ങനെ വലുതായി വരും. ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ വീണ്ടും വജീറ്റയെ അറഞ്ചും പുറഞ്ഞും തല്ലുകയാണ്. വജീറ്റ് പതിയെ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കും. ആ സമയം ബൂ ആണെങ്കിൽ അവനെ ചുരുട്ടിയെടുത്ത് നിലത്തട്ടിക്കുകയാണ്. ജനങ്ങൾ കരഘോഷം മുഴക്കും. ആണെങ്കിൽ ചുറ്റുമുള്ള ജനങ്ങളുടെ ആരവം കണ്ട് സന്തോഷിക്കും. മിസ്റ്റർ സൈറ്റാൻ, നിങ്ങളുടെ വില അതെന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇപ്പോൾ അത് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ എല്ലാവരും കൈ ഉയർത്തി അവരുടെ പവർ അങ്ങനെ മുകളിലേക്ക് ദാനം ചെയ്യുകയാണ്. ഗോഹാനാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ാണെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന ഉച്ചത്തിൽ പറയും. അങ്ങനെ ആ പവറുകളെല്ലാം വലിയൊരു പവറായി ഇപ്പൊ ഗോകുലേക്ക് വന്ന് ചേരുകയാണ്. സൈറ്റാൻ ആണെങ്കിൽ വീണ്ടും ജനങ്ങളോട് കൈ ഉയർത്താനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ വെജിറ്റയോട് പറയും, അധിക സമയം നീ ഇപ്രകാരം ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓൾമോസ്റ്റ് പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയും. സെക്കൻഡുകൾ കൊണ്ട് ഗോകു ആ പവർ ലെവൽ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ വെജിറ്റയോട് പറയും, വെജിറ്റ ദൂരേക്ക് മാറും. തകർക്കാൻ ആവശ്യമായിട്ടുള്ള പവർ അത് ഓൾറെഡി ഞാൻ ക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വെജിറ്റ ആണെങ്കിൽ അവിടുന്ന് മാറാനായിട്ട് ശ്രമിക്കും. അവനെ കൊണ്ടാവില്ല. ഗോകു, എന്റെ മനസ്സുകൊണ്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം അതിന് വഴങ്ങുന്നില്ല. അവനാണെങ്കിൽ അവന്റെ ദേഷ്യം അടക്കാൻ കഴിയില്ല. അവൻ ദേഷ്യത്തിൽ അങ്ങനെ പല്ല് കടിച്ച് ഗോകുവിനെ തന്നെ നോക്കും. ഗോകു, നീ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ആ പവർ ഉപയോഗിക്ക്. എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറയും. ഇവിടെ ഫ്രീസയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇവിടെയാണെങ്കിൽ ബോവിനോട് വജീറ്റയെ തല്ലിക്കൊല്ലാനായിട്ട് പറയും. ഇവിടെ ബോവിനാണെങ്കിൽ കാര്യം മനസ്സിലായി. അവൻ വജീറ്റയെ വീണ്ടും ആഞ്ഞ് ചവിട്ടുകയാണ്. വജീറ്റ ഗോകുവിനോട് കെഞ്ചും, ദയവ് ചെയ്ത് നീ ആ പവർ ഉപയോഗിക്ക്. എന്നെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. നീ സയാൻ വംശത്തിന്റെ രാജകുമാരൻ തന്നെയാണ്. ബാഡ് ബോ ആണെങ്കിൽ ഗോകുവിന് നേരെ ഒരുപാട് പവർ ഉപയോഗിച്ച് അവനെ ഉപദ്രവിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും അത് കണ്ട് ഷോക്കാവും. ഉടനെ ഉണ്ടപ്പൻ നമ്മുടെ ഗുഡ് ബു അവൻ നടന്നു വരുന്നത് കണ്ട് സൈറ്റാൻ ആണെങ്കിൽ അവനെ തടയും. പക്ഷെ ഗുഡ് ബു അവനെ അട്ടിച്ച് താഴെയിട്ട് അങ്ങനെ ബാഡ് ബോയെ ലക്ഷ്യമാക്കി നടന്നു പോകും. കിങ്കായ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഇങ്ങനെ ഒന്നും ചെയ്യാതെ അവന്റെ പവറുകൾ മുഴുവൻ ഏറ്റു വാങ്ങിക്കൊണ്ടിരുന്ന നീ തകർന്നു പോകും. നിന്നെ കൊണ്ട് ആ ഒരു വലിയ പവർ പിന്നീട് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ ഇത്രയും വേഗം നീ അത് ഉപയോഗിക്കുക. ബു ആണെങ്കിൽ ബാഡ് ബോയെ തട്ടി താഴെയിട്ട് സൈറ്റാനോട് ഇപ്പോ വജീറ്റയെ രക്ഷപ്പെടുത്താനായിട്ട് പറയും. അത് കണ്ട സൈറ്റാൻ ആണെങ്കിൽ ഇപ്പൊ വജീറ്റയെ തൂക്കിയെടുത്ത് ഓടുകയാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ആ വലിയ പവർ ആ ബാഡ് ബോവിന്റെ നേർക്ക് അയക്കും. ബോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ തടയാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അവന്റെ ദേഹത്തൊന്ന് ഹിറ്റ് ചെയ്യുകയാണ്. ബോ അവന്റെ സർവ്വശക്തിയും കൊടുത്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവന്റെ പവർ വീണ്ടും അതിലേക്ക് കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.